പ്രോബ്ലംസ് ഒന്നും പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ കുറച്ച് തിയറിയെങ്കിലും പഠിച്ചിട്ട് പോകാം എന്നുള്ളവർക്കാണ് വീഡിയോ. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എടാ, നിങ്ങൾ തിയറി ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ എഗ്രിമെന്റ് ഉണ്ടല്ലോ, അത് റൈറ്റിംഗിൽ റിട്ടൺ എഗ്രിമെന്റിനെയാണ് ഡീഡ് എന്ന് വിളിക്കുന്നത്. ആ എഗ്രിമെന്റിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഈ കാര്യങ്ങളെ പറ്റി സൈലന്റ് ആണെങ്കിൽ, ഈ കാര്യങ്ങളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. ശ്രദ്ധിച്ചോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ പറ്റി ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഈക്വലി വീതിക്കണം. ഈക്വലി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നോ, ഒരു ഇൻട്രസ്റ്റും കൊടുക്കണ്ട. ഓക്കെ. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിലോ ഒരു ഇൻട്രസ്റ്റും മേടിക്കരുത്. നോ. ഇനി റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സിന് എന്തെങ്കിലും റെമ്യൂണറേഷൻ, സാലറി, കമ്മീഷൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളതിന് ഡീറ്റെയിൽ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലോ എടാ കൊടുക്കണ്ട. നോ. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു ദ ഫേം, പാർട്ട്ണർ ഫേമിന് വല്ല ലോണും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പലിശയില്ലേ, ഡീഡിൽ പറഞ്ഞിട്ടില്ല എങ്കിലേ 6% കൊടുക്കണം. ഓക്കെ. അപ്പൊ ഈ 6% ഓർത്ത് വെക്കുക, ഈക്വലി ഓർത്ത് വെക്കുക. ബാക്കിയെല്ലാം ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നോ. യെസ് സാർ. നെക്സ്റ്റ്, എടാ, നിങ്ങൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് ഏകദേശം തിയറിക്ക് വേണ്ടി ഓർത്ത് വെക്കണം. അതായത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരും? നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ആണ് വരിക. ഇനി ഡെബിറ്റ് സൈഡിലോ, ഡെബിറ്റ് സൈഡിൽ പാർട്ട്ണറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ തന്നെ പാർട്ട്ണറിന് കൊടുക്കുന്ന സാലറി, പാർട്ട്ണറിന്റെ കമ്മീഷൻ, ഇതൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ വരിക. ഇതൊന്ന് ഓർത്ത് വെക്കണേ. യെസ് സാർ. ശരി. അടുത്ത ഇമ്പോർട്ടന്റ് തിയറി പോർഷൻ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 2 തരത്തിലുണ്ടെന്ന് ഓർത്ത് വെക്കണം. ഏതൊക്കെയാ സാർ? ഒന്ന്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും വരയ്ക്കാം, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും വരയ്ക്കാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. ഓക്കെ. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാ സാർ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വെച്ചോ. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ 2 അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഒന്നിന്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ടിന്റെ പേര് കറന്റ് അക്കൗണ്ട്. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ഓൺലി 1 അക്കൗണ്ടേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അതിന്റെ പേരെന്താ? ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ എന്തില്ല? കറന്റ് അക്കൗണ്ട് ഇല്ല. അടുത്തത് പഠിച്ചോട്ടോ, ഇപ്പൊ തന്നെ പഠിച്ചോ. വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും പഠിച്ച് ഇപ്പൊ തന്നെ തീർത്തോ, പരീക്ഷയ്ക്ക് എഴുതാം. ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമൈൻസ് ഫിക്സഡ് ആണ്. ഓക്കെ, പേരിൽ തന്നെ ഉണ്ട്. ഓക്കെ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലോ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. എളുപ്പം. ഫ്ലക്ച്വേറ്റിംഗ്. അടുത്തത് അഡ്ജസ്റ്റ്മെന്റ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, അതുപോലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഇവിടെ, അതായത് ഫിക്സഡ് മെത്തേഡിൽ രണ്ടാമത്തെ അക്കൗണ്ട് ആയ കറന്റ് അക്കൗണ്ടില്ല ചെയ്യുക. എന്നാൽ ഇവിടെ ആ അക്കൗണ്ട് അതൊക്കെ ക്യാപിറ്റലിൽ തന്നെ ചെയ്യുക, കാരണം അവിടെ അതല്ലേ ഉള്ളൂ. യെസ്. ഇനി അടുത്തത് ബോത്ത് ദ കറന്റ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ വരും, ബാലൻസ് ഷീറ്റിൽ വരും. എന്നാൽ ഇവിടെ ഒരു അക്കൗണ്ടല്ലേ ഉള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട്, അതുകൊണ്ട് അത് മാത്രമേ ബാലൻസ് ഷീറ്റിൽ വരുള്ളൂ. എളുപ്പം. ഇനി ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദ ഡീഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡീഡിൽ സ്പെസിഫിക്കലി പറയണം. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല. നിങ്ങൾ ഡീഡിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. എളുപ്പമല്ലേ? യെസ് സാർ. ഇനി നിങ്ങൾ ഓർക്കേണ്ടത്, റെഗുലർ ആയിട്ട് ഡ്രോയിങ്സ് എടുക്കുന്നവരുടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ആവറേജ് പീരീഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6.5, മിഡിൽ ആണെങ്കിൽ 6 months, ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 5.5, ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ ആണെങ്കിൽ 7.5, മിഡിൽ ഓഫ് ക്വാർട്ടർ ആണെങ്കിൽ 6, ലാസ്റ്റ് ഡേ ഓഫ് ക്വാർട്ടർ ആണെങ്കിൽ 4.5. ഇത് ഓർത്ത് വെച്ചോ. MCQ ആയിട്ട് ചോദിച്ചാലോ അഥവാ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ അത് പഠിച്ചു കഴിഞ്ഞാലോ, വൈകുന്നേരത്തെ ലൈവിലൊക്കെ വരണേ. ഓക്കെ. പഠിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. യെസ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കും റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒന്നുമില്ലടാ, പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്തു? അവിടുത്തെ എഗ്രിമെന്റ് മാറ്റി ഒരു ഫ്രഷ് എഗ്രിമെന്റ് വെച്ചു. അതായത് ഫ്രഷ് എഗ്രിമെന്റ്, പുതിയ എഗ്രിമെന്റ്. പക്ഷെ എന്താണ്? പാർട്ട്ണർഷിപ്പ് അടച്ചുപൂട്ടിയിട്ടൊന്നുമില്ല, ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധം, റിലേഷൻ, എഗ്രിമെന്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാ റീകോൺസ്റ്റിറ്റ്യൂഷൻ. എക്സാമിന് വരുന്നത് എന്താണെന്നറിയോ? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ ടൈമിൽ സംഭവിക്കാം, ഏതൊക്കെ മോഡ്സ് ഉണ്ട്, മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷനിൽ സംഭവിക്കാം, ചേഞ്ച് ഇൻ PSR, റിട്ടയർമെന്റില്, ഡെത്തില്, അമാൽഗമേഷൻ ഓഫ് 2 firms. ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ ഓർത്തു വെച്ചോ മക്കളെ. റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കും. ഇതാണ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. പഠിക്കാത്തവരെ വീഡിയോ പോസ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ പഠിച്ചേ. എക്സാമിന് ചോദിച്ച് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഓക്കെ സാർ. ശരി. ഇനി അഡ്മിഷന്റെ സമയത്ത് റൈറ്റ്സ് ഓഫ് എ ന്യൂ പാർട്ണർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആ തിയറി പെർസ്പെക്റ്റീവില്. അതായത് പുതുതായിട്ട് കയറി വരുന്ന ആൾക്ക് 2 റൈറ്റ് കൊടുക്കും. റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദ ഫേമും റൈറ്റ് ടു ഷെയർ ദി ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേമും. അപ്പൊ 2 എണ്ണം ഉണ്ട് കേട്ടോ. അതായത് വരുന്ന ആൾക്ക് അസറ്റ്, സ്വത്തിനൊരു അവകാശം കിട്ടും, ഭാവിയിലെ പ്രോഫിറ്റിലും ഒരു അവകാശം കിട്ടും. ശരി സാർ. ഓക്കെ. ഇതിനു വേണ്ടി അവർ കൊണ്ടുവരേണ്ടത് ക്യാപിറ്റലും ഗുഡ്വില്ലും. അതായത് റൈറ്റ് കിട്ടണമെങ്കിൽ എന്തൊക്കെ കൊണ്ടുവരണം? ക്യാപിറ്റലും ഗുഡ്വില്ലും. ശരി സാർ. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ഓൺ അഡ്മിഷൻ. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പ്രോബ്ലം അല്ലേ സാർ?
ഇത് പ്രോബ്ലം ആണ് എങ്കിൽ കൂടിയും ഈ ട്രീറ്റ്മെന്റ്സ് ഇല്ലേ, ഇതിന്റെ ഈ എന്തൊക്കെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് തിയറി ചോദിക്കും. എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് തിയറി ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നോക്കൂ, ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ പാർട്ണർ ഉണ്ട്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ, ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ല്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ്സ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്, ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇത്തരം അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ അഡ്മിഷൻ പഠിക്കുമ്പോൾ പഠിച്ചത്. അപ്പൊ അതെന്ത് ചെയ്യും, തിയറിയിലും ചോദിക്കണ്ടോ. പഠിച്ചു വെച്ചോ, പോസ് ചെയ്തോ, പഠിച്ചു വെച്ചോ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. പിന്നെ സാക്രിഫൈസിംഗ് റേഷ്യോ എന്താന്ന് പഠിക്കണം. ഒന്നുമില്ലാലേ, അതായത് ഏത് റേഷ്യോയിലാണോ ഓൾഡ് പാർട്ട്നേഴ്സ് പുതുതായി കടന്നു വരുന്ന ആൾക്ക് തങ്ങളുടെ ഷെയർ സാക്രിഫൈസ് ചെയ്യുന്നത്, ആ റേഷ്യോ ആണ് സാക്രിഫൈസിംഗ് റേഷ്യോ. ശരി സാർ, സാക്രിഫൈസിംഗ് റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? സാക്രിഫൈസിംഗ് റേഷ്യോ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇനി ഒരാളുടെ സാക്രിഫൈസിംഗ് ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ അവരുടെ ഓൾഡ് ഷെയറിന് അവന്റെ ന്യൂ ഷെയർ കുറച്ചാൽ അവന്റെ സാക്രിഫൈസ് കിട്ടും. ശരി സാർ, യെസ് സാർ. ഇനി എന്താ ഒരു ഇമ്പോർട്ടന്റ് തിയറി ടോപ്പിക്? ഗുഡ്വിൽ, അതായത് വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ദി ഫേം, അതാണ് ഗുഡ്വിൽ. ഓക്കെ, അപ്പം ആ റെപ്യൂട്ടേഷൻ കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഗുഡ്വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആ ബിസിനസിന്റെ ലൊക്കേഷൻ, ആ ബിസിനസിന്റെ നേച്ചർ, ആ ബിസിനസിന്റെ മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി, ടൈം ഫാക്ടർ. കുറെ വർഷങ്ങളായി നമ്മൾ ചില ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ, സിൻസ് 1975 എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മാർക്കറ്റിലെ സിറ്റുവേഷൻ, സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്. ഇത്രയും ഫാക്ടേഴ്സ് പഠിച്ചു വെച്ചോ മക്കളെ. അറ്റ്ലീസ്റ്റ് 3-4 പഠിച്ചു വെച്ചോ, നാളെ ചിലപ്പോൾ എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. എവിടെയൊക്കെയാണ് ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നത്? അഡ്മിഷന്റെ സമയത്തും, റിട്ടയർമെന്റ് സമയത്തും, ഡെത്തിന്റെ സമയത്തും, ഡിസൊല്യൂഷന്റെ സമയത്തും, അമാൽഗമേഷനും, ചേഞ്ച് ഇൻ PSR, നേരത്തെ പറഞ്ഞ റീകോൺസ്റ്റിറ്റ്യൂഷന്റെ സമയത്തും ഒക്കെ തന്നെ. ഓക്കെ, അതുകൂടാതെ ഡിസൊല്യൂഷന്റെ സമയത്തും നമുക്ക് ഈ ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ശരി, അടുത്തത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് ഓർ റിസർവ്സ്. നമ്മുടെ ബിസിനസ്സിൽ പണ്ട് മുതലേ കൂട്ടിവെച്ച അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റും അതുപോലെ തന്നെ റിസർവുകളൊക്കെ ഉണ്ടാകും അല്ലേ. ചിലപ്പോൾ അക്യുമുലേറ്റർ ആയിട്ട് ലോസും വെച്ചിട്ടുണ്ടാകാം. അപ്പൊ അഡ്മിഷൻ, അതുപോലുള്ള റിട്ടയർമെന്റ് തുടങ്ങിയ സമയങ്ങളിലൊക്കെ ഈ സാധനങ്ങൾ പഴയ പാർട്ട്നേഴ്സിന് പഴയ റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മുടെ അത് പഴയവർക്ക് അവകാശപ്പെട്ടതാ. അപ്പൊ പ്രോഫിറ്റോ റിസർവോ ഉണ്ടെങ്കിൽ ദാറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ഓൾഡ് റേഷ്യോ, ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നു. ഇനി അക്യുമുലേറ്റർ ലോസ് ഉണ്ടെങ്കിലോ, അപ്പൊ പാർട്ട്നേഴ്സിന് ഡെബിറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. കാരണം അക്യുമുലേറ്റർ ലോസ് ആണെങ്കിൽ. അപ്പൊ ഇത് 2 എൻട്രീസും ഓർത്ത് വെച്ചോ. പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് തിയറിയിലും ചിലപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ശരി സാർ. ഇനി റിട്ടയർമെന്റിന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? റിട്ടയർമെന്റിന്റെ സമയത്ത് റിട്ടയർ ആകുന്ന പാർട്ട്ണറിന് ആ ഡേറ്റ് വരെയുള്ള എല്ലാ സാധനവും കൊടുത്തുവിടണം. ഓക്കെ, ഓർത്ത് വെച്ചോ, എല്ലാ സാധനവും കൊടുത്തുവിടണം. അവന് അതുവരെയുള്ള എല്ലാ നഷ്ടങ്ങളും എല്ലാ ലാഭങ്ങളും അവന് അവകാശമുണ്ട്. ശരി, അപ്പൊ അവിടെ ആ റിട്ടയർമെന്റ് സമയത്തുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാ? അഡ്മിഷന്റെ സമയത്തുള്ള പോലെ തന്നെ, അതായത് റിട്ടയർമെന്റ് സമയത്തും എന്തുണ്ടാവും, ചേഞ്ച് ചെയ്യും, പുതിയ റേഷ്യോ വരും. അതുകൊണ്ട് തന്നെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വരും. ഗുഡ്വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും, റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഇതുണ്ടാകും, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ്. ഇനി ഇവിടെ ഒന്നും കൂടി എന്താ, അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. കാരണം റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവന് ഷെയർ കൊടുക്കണം. അപ്പൊ അതുവരെയുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത് വരും. ഓക്കെ, ഇനി റിട്ടയറിംഗ് പാർട്ണർ എത്ര കൊടുത്തു വിടണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി സെറ്റിൽമെന്റ് ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ണർ, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും പഠിച്ചു വെച്ചോ. അഡ്മിഷന്റെ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ റിട്ടയർമെന്റിന്റെയും ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. ഓക്കെ, ഇനി എന്താ ഗെയിനിങ് റേഷ്യോ? നേരത്തെ പറഞ്ഞു ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുക. എന്നാൽ റിട്ടയർമെന്റിന്റെ കേസിൽ ഒരുത്തം പുറത്തു പോകുമ്പോൾ അവന്റെ ഷെയർ ഇവരങ്ങ് എടുക്കും. ഓക്കെ, പഴയ പാർട്ട്നേഴ്സ് അങ്ങ് വീതിച്ചെടുക്കും. അപ്പൊ പഴയ പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കുന്ന ഒരു റേഷ്യോ ഉണ്ടല്ലോ, അതാണ് ഗെയിനിങ് റേഷ്യോ. ശരി, ഗെയിനിങ് റേഷ്യോന്റെ ഇക്വേഷൻ നേരത്തെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണെങ്കിൽ ഇവിടെ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഓക്കെ, ശരി സാർ. ഇനി ഗെയിനിങ് ഷെയർ കണ്ടുപിടിക്കണമെങ്കിൽ ഓരോരുത്തരുടെയും അവരുടെ ന്യൂ ഷെയറിൽ നിന്ന് ഓൾഡ് ഷെയർ കുറച്ചാൽ മതി. ഓക്കെ, ശരി. ഇനി അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് പറഞ്ഞു. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കുക. ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് എൻട്രി പാസ്സാക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ കൊല്ലാവസാനമായിട്ടില്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാൻ. അതിന്റെ നടുവിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ റിട്ടയർ ആയിട്ടുണ്ടാവുക. അപ്പൊ ആ ഡേറ്റ് വരെയുള്ളത് കണ്ടുപിടിച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് പറയുക. എന്നിട്ട് അത് വെച്ചാണ് എൻട്രി പാസ്സാക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നാൽ ഇൻ കേസ് ഓഫ് ലോസ് ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ പാർട്ട്ണർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണം. അവന്മാരുടെ നിന്ന് ചാർജ് ചെയ്യുക. ക്രെഡിറ്റ് വെച്ചാൽ അവർക്ക് കൊടുക്കുക. പക്ഷേ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യും. എന്തിന്? ലോസ് ആയതുകൊണ്ട്. അപ്പൊ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. അപ്പൊ ഈ ഒരു അക്കൗണ്ടിന്റെ പേര് ഓർത്ത് വെച്ചോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് കേട്ടോ. എങ്ങനെ?
പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിന്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. ശരി ശരി ശരി. ഇനി റിട്ടയറിംഗ് പാർട്ണറിന് കൊടുക്കാനുള്ള എമൗണ്ട് ഒറ്റയടിക്ക് കൊടുക്കണോ സാറേ? എടാ ഇവന് ചിലപ്പോൾ തോന്നുമ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ അവന് കുറേ പൈസ കൊടുക്കാനുണ്ടാവും. ബിസിനസിന്റെ കയ്യിൽ അപ്പം തന്നെ പൈസ ഉണ്ടാവണമെന്നില്ല. പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ലംസമായി കൊടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയി കൊടുത്തോളൂ, ഇല്ലെങ്കിൽ പാർട്ട്ലി പേയ്മെന്റും ബാക്കി ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. യു ക്യാൻ. യെസ്. ഇനി ലംസം പേയ്മെന്റ് ആണെങ്കിൽ റിട്ടയറിംഗ് പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ട് ബാങ്ക് അപ്പൊ തന്നെ കൊടുത്തു തീർത്തു. ഇനി നമ്മൾ ഇൻസ്റ്റാൾമെന്റ് അക്കൗണ്ടിൽ നമ്മൾ തൽക്കാലം അങ്ങോട്ടേക്ക് മാറ്റും ലോൺ അക്കൗണ്ടിലേക്ക്. റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ട്. ലോൺ. യെസ്. ഇനി ഫോർ ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് അപ്റ്റർ ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ട്. ശ്രദ്ധിച്ചോ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് ക്രെഡിറ്റഡ് ടു വിച്ച് അക്കൗണ്ട്? Which account? Partners loan account. Okay. Interest on capital is credited to which account? Partners capital account. ഓർത്ത് വെക്കണേ, പാർട്ട്ണറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണെങ്കിൽ അത് ഇൻട്രസ്റ്റ് ലോൺ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു ബന്ധമില്ല. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിലോ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, 1 മാർക്കിനൊക്കെ വരുവാണെങ്കിൽ ഓർത്ത് വെച്ചോ. ശരി. അപ്പം ഏകദേശം +2 വരാനുള്ള തിയറി പോർഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിലൊരു ഇമ്പോർട്ടന്റ് പോർഷൻ വിട്ടുപോയത് റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. സാർ അത് തിയറി അല്ലേ? അല്ല, അത് പ്രോബ്ലം അല്ലേ? എടാ, റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരും, ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരും എന്ന് ഓർത്ത് വെക്കണം. കാരണം അതും നമ്മുടെ MCQ ആയിട്ടൊക്കെ ചോദിക്കും. ഓക്കെ, അതുപോലെ തന്നെ പല പ്രോബ്ലങ്ങളും എങ്ങനെ ചെയ്യുന്നതിന്റെ സ്റ്റെപ്പില്ലേ, അത് ചിലപ്പോൾ തിയറി ആയിട്ടൊക്കെ ചോദിക്കും. ഓക്കെ, സോ പ്രോബ്ലം പഠിച്ചാൽ തിയറിയും കുറേയൊക്കെ എഴുതാം. എന്നാലും ഓർത്ത് വെച്ചോ, റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റുകളാണ്. അതായത് എന്താണ്? ഇൻക്രീസ് ഇൻ അസറ്റിന്റെ വില കൂടിയാൽ, ലയബിലിറ്റിയുടെ ഇത് കുറഞ്ഞാൽ, അൺറെക്കോർഡഡ് അസറ്റ് വന്നാൽ, അതാണ് നമ്മൾ എവിടെ എഴുതുക? ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഇനി നേരെ തിരിച്ച് ഇപ്പുറത്ത് ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ എഴുതും? ഡെബിറ്റ് സൈഡിൽ പറഞ്ഞാൽ ലയബിലിറ്റി കൂടിയാൽ നഷ്ടം, അയ്യോ. ഇനി അസറ്റിന്റെ വില കുറഞ്ഞാൽ നഷ്ടം, അയ്യോ. അൺറെക്കോർഡഡ് ലയബിലിറ്റി, അയ്യോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ എഴുതുക. അപ്പൊ ഇതും കൂടി തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. സോ പ്ലീസ് ഇതെങ്കിലും ഇപ്പൊ ഞാൻ കാണിച്ചതൊക്കെ പഠിച്ചിട്ടില്ല എങ്കിൽ പോസ് ചെയ്തിട്ട് പഠിച്ചിട്ട് വരണം. ക്ലിയർ? യെസ് സർ. അപ്പൊ സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.